ചൂരൽമലയിലെ സമ്പന്നരായ കർഷകരിൽ ഒരാളായിരുന്നു പുതിയ വില്ലേജ് റോഡിലെ അണ്ണയ്യൻ. ദുരന്തത്തിൽ ഏറ്റവും അധികം മൃതദേഹങ്ങൾ അടിഞ്ഞ ഇടം കൂടിയാണ് അണ്ണയ്യന്റെ ഭൂമി. അണ്ണയ്യന്റെ വീടും 2 ഏക്കർ സ്ഥലവും കാർഷിക ഉപകരണങ്ങളും വാഹനങ്ങളുമെല്ലാം ദുരന്തം കവർന്നു. സന്നദ്ധ സംഘടന നൽകിയ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇന്ന് ജീവിക്കുന്നത്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും കർഷകരുടെ പ്രതിനിധിയാണ് അണ്ണയ്യൻ. ജൂലൈ 29 വരെ ഈ ഗേറ്റിനപ്പുറം ഒരു തോട്ടമുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. തോട്ടത്തിൽ ഏലവും കുരുമുളകും കാപ്പിയും വിളഞ്ഞിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അണ്ണയ്യൻ ഇവിടെയുണ്ട്. 67 ബോഡി കിട്ടിയ സ്ഥലമാണ് എൻ്റെ ഈ സ്ഥലം. അതിൽ എൻ്റെ വീട്, എൻ്റെ സ്ഥലം, വീട്ടിലുണ്ടായ കുറേ ഉപകരണങ്ങൾ, കുറേ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കാരണം അത്രയും നല്ല വരുമാനം തോട്ടത്തിലും ഉണ്ടായിരുന്നു, വീട്ടിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഒറ്റ രാത്രി കൊണ്ടാണ് അന്ന് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. കൃഷിയായിരുന്നു എല്ലാം. അടിഞ്ഞുകൂടിയ കൂറ്റൻ മരത്തടികൾ നീക്കി നൽകിയാൽ വീണ്ടും കൃഷിയിടത്തിലേക്ക് മടങ്ങും. എൻ്റെ ആവശ്യം എനിക്ക് കൃഷിയാണ്. എനിക്ക് കൈക്കോട്ട് എടുത്തിട്ട് ഇനിയും ഇതിൽ കൃഷി ചെയ്യണം. അതാണ് എൻ്റെ ആവശ്യം. എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി കൃഷിയോഗ്യമാക്കി തരിക, പോയതിൻ്റെ സൈഡൊന്ന് കെട്ടിത്തരിക. കൃഷിക്ക് വേണ്ട ചെലവ് ഗവൺമെൻറ് വഹിച്ചു തരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിലവിൽ മേപ്പാടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിതം. ഒരു ഓട്ടോറിക്ഷ കിട്ടി, ഓട്ടോറിക്ഷയിൽ 200, 250 റുപ്യ, 300 റുപ്യ കിട്ടുള്ളൂ. അത് എരുമക്കൊല്ലിത്തെ ഡ്രൈവർമാരെ സഹകരണം കൊണ്ടാണ് എന്നെ അവിടെ ഓടാൻ വിടുന്നത്. പെർമിറ്റിന് കൊടുത്തിട്ടുണ്ട്, പെർമിറ്റും കിട്ടുന്നില്ല. തരാമെന്ന് പറയാന്നല്ലാതെ എൻ്റെ കയ്യിലേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കൃഷി ചെയ്ത് എനിക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല, എന്നെക്കൊണ്ടാവില്ല. ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യുന്നിട്ട്. ചില ദിവസങ്ങൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഓട്ടോറിക്ഷയിൽ പൈസ കിട്ടൂല. അണ്ണയ്യന്റെ ഭൂമിയെ പിളർത്തി പുന്നപ്പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഭൂമി കൃഷിയോഗ്യമാക്കിയാൽ വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങുമെന്ന് ഈ കർഷകൻ പറയുന്നു. അത് സാധ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇനിയെങ്കിലും കഴിയേണ്ടതുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.